ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയാലോ? ഇന്ന് സാധാരണ രാത്രി നമ്മൾ ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങൊക്കെ മാത്രം ഇട്ടിട്ടല്ലേ കറി ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് പിടിക്കാം. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൊണ്ടിട്ട് ഊണിനും ഒപ്പം തന്നെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് 3 ഉരുളക്കിഴങ്ങ് അതിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു 5-6 ചെറിയ വെണ്ടയ്ക്ക 5-6. അപ്പോൾ അത്യാവശ്യം വലുതാകുമ്പോഴത്തേക്കും ഒരു 4 മതിയാവും കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ എന്താണെങ്കിലും വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ എന്താണെങ്കിലും ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് കേട്ടോ. അപ്പോൾ പെരിഞ്ചീരകം ഇടുമ്പോൾ ഈ ഒരു കറിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിട്ടത്. അപ്പോൾ പെരിഞ്ചീരകം കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം സവാള 1-2 എടുക്കാട്ടെ ഗ്രേവിക്ക് അനുസരിച്ച്. ഇതിപ്പോൾ ഞാനൊരു ചെറിയ സവാള 2 എടുത്തിട്ടുണ്ട്, മീഡിയം ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാവും. അപ്പോൾ ഒരു മീഡിയം സവാള, അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പില, നമ്മൾ കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഇട്ടാൽ മതി, ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സവാള ഒന്ന് പാതി വഴണ്ടിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് വെന്ത് കിട്ടണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെണ്ടയ്ക്ക ഇനി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് വഴണ്ടിട്ട് വരണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇനി വേകാത്ത കഷ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം വഴണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി. ഞാൻ ഒരുപാട് മുളക് പൊടി ഇടുന്നില്ല, കാരണം ഇതിന് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ഇടുക. പിന്നെ നമ്മൾ 2 പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇടുക. ഇനി നമ്മൾ ചേർക്കുന്നത് 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 3/4 ടീസ്പൂണോളം ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ റോസ് സ്മെല്ലൊക്കെ പോയി നന്നായിട്ടൊന്ന് വരണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സമയം കൊണ്ട് ഒരു അരമുറി തേങ്ങയുടെ 1 കപ്പ് തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം തേങ്ങാപ്പാൽ ഞാനൊരു 1.25 കപ്പോളം എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാത്ത തേങ്ങാപ്പാലാണ്. അപ്പോൾ അത് ഞാൻ എന്താണ് 1.25 കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ആദ്യം നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും ഒരുപാടാണെന്ന് തോന്നും, പക്ഷേ തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വറ്റിയിട്ട് വരും, നന്നായിട്ട് കുറുകിപ്പോവും. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഉള്ള കറിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ മതിയാവും, നമുക്ക് നല്ലൊരു കുറുകിയ ഒരു ഇത് മതിയാവും. പക്ഷെ ഊണിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒഴിച്ചു കൂട്ടാനൊക്കെ ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആ എടുത്ത തേങ്ങാപ്പാൽ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താണെങ്കിലും കറിവേപ്പിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അധികം നേരം ഗ്യാസ് ഓണാക്കേണ്ട, കാരണം ഒരുപാട് കുറുകി അങ്ങോട്ട് പോകും. ഇപ്പം തന്നെ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ സൈഡ് ഡിഷ് ആയതുകൊണ്ട് ഈ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചാറുള്ള ചോറിനൊക്കെ കറിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചാറുള്ള ഒരു കറിയായിട്ട് എടുക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.